നമസ്കാരം. ബി.ജെ.പിയിലേക്ക് പോകാൻ തീരുമാനിച്ച പത്മജ വേണുഗോപാലിനെ അന്വയിപ്പിക്കാനുള്ള കോൺഗ്രസ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ എന്നിവർ സംസാരിച്ചുവെങ്കിലും ഫലം കണ്ടിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ തന്റെ തോൽവിക്ക് കാരണക്കാരായവരെ ഭാരവാഹിയാക്കിയതിൽ പത്മജയ്ക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പലതവണ പറ്റിച്ചെന്നും ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് ഉറപ്പു നൽകാൻ കഴിഞ്ഞില്ലെന്നും പത്മജ നേതാക്കളോട് പരാതിപ്പെട്ടു. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ. കരുണാകരന്റെ മകളാണ് പത്മജ വേണുഗോപാൽ എന്നത് മറക്കരുതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ട്. പത്മജ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹം ഇന്നലെ രാവിലെ മുതൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞ് ഇത് നിഷേധിച്ചുകൊണ്ട് പത്മജ ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. വൈകിട്ടോടെ ആ പോസ്റ്റ് പിൻവലിച്ചു. അതിനിടയിലാണ് പത്മജ ഇന്ന് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുന്നെന്ന വാർത്ത പുറത്തു വന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി പത്മജ കുറച്ചുകാലമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. നേതൃത്വം തന്നെ തഴയുന്നു എന്ന ആക്ഷേപം ഇവർ നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. രാജ്യസഭാ സീറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നെങ്കിലും അത് ലീഗിന് നൽകാമെന്ന ധാരണ അവരെ പ്രകോപിപ്പിച്ചു എന്നാണ് അറിയുന്നത്. കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം വൈകുന്നതും പ്രകോപന കാരണമായി. തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നടപടി എടുത്തില്ല എന്ന ആരോപണവും ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. പത്മജയുടെ ഈ അതൃപ്തികളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ബി.ജെ.പി ഇപ്പോൾ ഈ കരുനീക്കം നടത്തിയിരിക്കുന്നത്. സഹോദരൻ കെ. മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്ത് നിൽക്കുമ്പോൾ പത്മജയുടെ ഈ നീക്കം കോൺഗ്രസിന് തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.